ഏട്ടൻ എന്ന് കൂട്ടിയാണ് പറയുന്നത്. ലാലേട്ടനെ കുറിച്ചാ. അത് ദാസേട്ടൻ എന്ന കേരളത്തിന്റെ മഹാനടനെ കുറിച്ചാണ്. ദാസേട്ടനാ? ഒന്ന് റിവൈൻഡ് അടിച്ചേ. അത് ദാസേട്ടൻ എന്ന കേരളത്തിന്റെ മഹാനടനെ കുറിച്ചാണ്. ദാസേട്ടനോ? യു മീൻ ഗായകൻ യേശുദാസ്? അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ ചടങ്ങിനെ സമ്പന്നമാക്കി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ എൻ്റെ ചെവിയുടെ കുഴപ്പമല്ല, അണ്ണൻ്റെ നാവിൻ്റെ കുഴപ്പമാണ്. ചക്കര ഇന്റലക്ച്വൽ ആക്കാൻ നോക്കിയതാണ്. എന്തെങ്കിലുമൊക്കെ അടിച്ചു കയറ്റിയിട്ടെ ഇതല്ല, ഇതിനപ്പുറം പറയും. കലോത്സവ വേദിയിൽ സാക്ഷാൽ മോഹൻലാലേ, നമ്മുടെ ലാലേട്ടനെ ഇരുത്തിയിട്ട് പറയാണ്, നാടോടിക്കാറ്റില്ല ദാസേട്ടനല്ല വിജയേട്ടൻ. എഴുന്നേറ്റ് നിന്നൊന്ന് സംസാരിക്കാൻ പോലും ആകാത്ത പൂച്ചകളുടെ സ്വന്തം ഇഷ്ടത്തോടൻ ശശീന്ദ്രന് ഇനിയും എന്നിട്ട് നിയമസഭാ സീറ്റ് വേണം പോലും. അതേസമയം തന്നെ ദാസേട്ടൻ എന്ന വിളി കേട്ട ലാലേട്ടൻ്റെ എക്സ്പ്രഷൻ. പ്രായം എത്രയാണ് എന്ന് നോക്കാതെ പ്രായം കൂടിയവരും പ്രായം കുറഞ്ഞവരും ഒരുപോലെ ഒരാളുടെ പേര് പറയുമ്പോൾ ഏട്ടൻ എന്ന് കൂട്ടിയാണ് പറയുന്നത്. അത് ദാസേട്ടൻ എന്ന കേരളത്തിൻ്റെ മഹാനടനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ ചടങ്ങിനെ സമ്പന്നമാക്കി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഷ്ടം. ഇങ്ങനെ പോയാലേ ശശീന്ദ്രൻ പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിട്ട് ചെകുവേരാ എന്ന് പറയും. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആകപ്പാട കിളി പോയി നടക്കുവാണ്. എന്നിട്ടും പറയുന്നത് ഇനിയും മത്സരിക്കൂന്ന്. ഇതിനൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന പ്രബുദ്ധ മലയാളി കഷ്ടം. താങ്കൾ 3 പ്രാവശ്യം കൂടി മത്സരിച്ച് മന്ത്രിയായിട്ട് അങ്ങിരിക്കണം. എന്നാലേ കേരളത്തിന് അങ്ങ് ഉന്നതിയിലേക്ക് അങ്ങ് ദൂരെ ഉന്നതിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്രാവശ്യവും അങ്ങ് മത്സരിക്കണം കേട്ടോ, വിട്ടുകൊടുക്കല്ലേ. വല്ലാത്ത നഷ്ടമായി പോകും നമുക്കേ. ലാലേട്ടൻ ഏതാ, ദാസേട്ടൻ ഏതാ, ശിവൻകുട്ടി മന്ത്രി ഏതാ അറിയാത്തവരാണ് അടുത്ത ഇലക്ഷന് സീറ്റ് തപ്പി ഇങ്ങനെ നടക്കുന്നത്. എഴുതി കൊടുക്കുന്നത് അങ്ങനെ അങ്ങ് വായിക്കുവാണ്. ശരിയാണോ എന്ന് പോലും അറിയുന്നില്ല പുള്ളി. എല്ലാം യാന്ത്രികം. മുന്നിലിരിക്കുന്നവർ ആരെന്ന് പോലും നോക്കാതെ വെറുതെ വച്ച് കാറ്റ്. ലാലേട്ടനായ എന്ത്, മമ്മൂക്കായ എന്ത്. ഇതാണ് നേതാവിൻ്റെ പണി. സ്വന്തമായി 4 വാക്ക് അത് പറയാനെങ്കിലും പറ്റുന്നവരെ വിളിച്ചിരുന്നെങ്കിൽ. ഇങ്ങനെയുള്ള അണ്ണന്മാരെയാണ് നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ജയിപ്പിച്ചങ്ങ് വിടുന്നത്.